തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ആരോപണം അത് ചെന്നെത്തി നിൽക്കുന്നത് പല വിഷയങ്ങളിലേക്കാണ്. ഒന്ന് എന്ന് പറയുന്നത്, അന്നത്തെ പൂരത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ADGP ആയ MR അജിത് കുമാറിനെതിരെ ത്രിതല അന്വേഷണമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിനെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അദ്ദേഹം ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും അന്വേഷിച്ചിരുന്നത്. ഈ അന്വേഷണ ചുമതല DGP നേരിട്ട് തന്നെ നടത്തിയിരുന്നു എന്നുള്ളതാണ് വ്യക്തമായത്. അതായത് DGP ആയ MR അജിത് കുമാർ തന്നെ നേരിട്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയായ K രാജനെ ചോദ്യം ചെയ്യൽ നടത്തുന്നു എന്നുള്ളതാണ്. അതായത് റവന്യൂ മന്ത്രിയായിട്ടുള്ള K രാജനെതിരെയുള്ള വലിയ രീതിയിലുള്ള നീക്കമാണോ ഇതിന് പിന്നിൽ എന്നും CPI ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. നമുക്കറിയാം, CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാർ സുരേഷ് ഗോപിയോട് 74,000-ലധികം വോട്ടുകൾക്ക് പരാജിതനായിരുന്നു. അവിടെ സുരേഷ് ഗോപിയുടെ അട്ടിമറി വിജയം അത് കേരള രാഷ്ട്രീയ സമൂഹത്തിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിച്ഛേദമല്ല. കാരണം സംഘപരിവാർ ശക്തികൾ ഇത്ര തീവ്രമായി വളർന്നു കയറിയിട്ടുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. അജിത് കുമാർ BJPയുടെ ദല്ലാളായി അവിടെ നിൽക്കുകയായിരുന്നോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. കാരണം RSSകാരുമായിട്ടുള്ള അജിത് കുമാറിൻ്റെ വ്യക്തിപരമായ ബന്ധം, അതുമാത്രമല്ല അദ്ദേഹം തലസ്ഥാന നഗരിയിൽ പണിയുന്ന ആഡംബര സമുച്ചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കാണുമ്പോൾ അതിനായി എവിടെ നിന്നാണ് ഇത്രയധികം തുക ലഭ്യമായത്, ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളിലേക്ക് കാര്യം നീങ്ങിയിരുന്നു. ഏതായാലും ഈ വിഷയങ്ങളിലൊക്കെ വ്യക്തമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് ഈ ത്രിതല അന്വേഷണം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരിൽ, അതായത് പോലീസിലെ ലോ ആൻഡ് ഓർഡർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായി MR അജിത് കുമാറിനെയാണ് കണക്കാക്കിയിരുന്നത്. നമുക്കറിയാം, മുൻപ് കാലത്ത് ലോക്നാഥ് ബെഹ്റയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും ഇഷ്ടമെങ്കിൽ അതിനുശേഷം പിന്നീട് വന്ന ജൂനിയർ ഉദ്യോഗസ്ഥരിൽ, അതിനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ MR അജിത് കുമാറിനെ വളരെ കാര്യമായിരുന്നു മുഖ്യമന്ത്രിക്ക് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പല താല്പര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അവിടെ ശക്തമായി നിലനിൽക്കുകയാണ്. പൂരം കലക്കിയത് ഒത്താശയോടെ തന്നെയാണ്, അറിവോട് കൂടിയാണ്. അത് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ളത് നഗ്നമായ പകല് പോലെയുള്ള സത്യമാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ K മുരളീധരൻ അന്നു മുതലേ ആരോപിച്ചൊരു കാര്യമാണ്. കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തൃശ്ശൂരിൽ പരാജയത്തിൻ്റെ ഭീതി K മുരളീധരൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായിരുന്നു. അവിടെയാണ് ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ MR അജിത് കുമാറിന് ഗുരുതര വീഴ്ച തന്നെയാണ് സംഭവിച്ചത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ DGP എത്തിച്ചേരാൻ പോകുന്നത്.